മല കൂമ്പാറ എന്താ കൂമ്പാറ എന്താ മല മല കയറാം ആ കാറ്റ് കിട്ടുന്ന സ്ഥലം എന്തായാലും കയറണം അത് കുഴപ്പമില്ല മല കയറണം മല കയറണം മല മല കയറണം മല കയറണം അതല്ല മല ഇതെവിടെ മല നമ്മൾ മല കയറിയിട്ടേ പോകണുള്ളൂ അത് ഇവിടെ നിന്നിട്ട് പോകാം കൊടുക്കാത്ത തിരക്കാണ് അതേപോലെ തന്നെ നല്ല കോടയുണ്ട് അതേപോലത്തെ അങ്ങാടി വെള്ളം റെയിൻകോട്ട് വാങ്ങണ്ടേ നമ്മള് എങ്ങോട്ട് വന്നേന് ഓക്കെ ഏത് ഇപ്പം കാണുന്ന അതായത് മറ്റേ ആ ഈ മല എടന്നായേ അത് അത് കുറച്ചുണ്ടല്ലോ ലാലോ 5 കിലോമീറ്റേഴ്സ് 2 കിലോമീറ്റർ ഓക്കെ 2 കിലോമീറ്റർ ഓക്കെയാണ് പക്ഷെ എന്നാലും മല കാണാൻ മാത്രം നിങ്ങൾ കാണുന്നുണ്ടോ ഈ മല അതെ മല കാണുന്നുണ്ട് ആ വളവ് തിരിഞ്ഞ കാണുന്നതാണ് മല ആ മലന്റെ പേരാണ് മല ബ്ലോക്കാണ് കടമ്പൂരിലെ പാർക്ക് ഓക്കെ 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 ഓ ഇതാണ് മറ്റേ അനാൻഷ ഇവരൊക്കെ വന്ന് മുതലാക്കി പോയ പാർക്ക് ഓ സിൽവാൻ ഞങ്ങൾ ആ മലയല്ല കയറണത് പകരം ഈ മലയാണ് കയറാൻ പോണത് അപ്പോൾ അത്രേ ഉള്ളൂ കയറിയിട്ട് വരാം തിരക്കാണല്ല ആ വീഡിയോ ഓഫ് ആക്കി കണ്ട എന്തിന് ആക്ച്വലി ഞങ്ങൾ ഇവിടെ കടമ്പൂലെത്തി 12 തിരക്കാണ് എവിടെങ്കിലും വെക്കണം അത് എൻ്റെ പോക്കറ്റിലിടാം ഓക്കെ എന്താ ഇത് ഞായറാഴ്ച ആകുമ്പോഴത്തേന് എല്ലാ നാട്ടിലെ മക്കളും കേട്ടോ ഇവിടെ കയറി വന്ന് കോട്ട് എടുത്തോ മഴ കൊണ്ടാ ഞാൻ ഉത്തരവാദിയല്ല ഞാൻ എന്തായാലും 100 രൂപ എടുത്ത് വെച്ചു മഴ ഒരു നനയിലും ഉണ്ടാവില്ല ഞാൻ ഒറ്റക്ക് അവിടെ മേലെ തണുപ്പും കൊണ്ട് നിൽക്കും കുറച്ച് നേരം ഇപ്പോൾ സമയം എത്ര ആയിട്ടുള്ളൂ 4:52 എവിടെയാണ് കുന്നവിടെ കൂടെ അങ്ങനെ നടന്നങ്ങനെ കയറണം ആൾക്കാർ അവിടെ നിൽക്കുന്നു ആ കുന്നത്ത് അന്തസ് എന്നാ വാ ഇപ്പം കയറുക അയ്യാടാ പക്ഷേ ഇത് വെള്ളക്കുപ്പി പിടിച്ചാ പിന്നെ ഞാനെന്താ ഏട്ടനെ എനിക്ക് മുളകൊക്കെയാണോ അതതിൻ്റെ മേലെ നിന്ന് കുറിച്ചാ മൂത്രടിച്ചാൽ മതി ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് കാണിച്ചു തരാം ഭയങ്കര തിരക്കാണ് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എവിടെ എത്തണം അറിയോ ആ കാണുന്ന മലയിൽ ഹൈവേക്സ് ഇട്ടാൽ പോലും കുറച്ച് ആൾക്കാരെങ്ങനെ പോലെ കാണുന്നുണ്ടോ അതൊക്കെ ആ കാണുന്നത് മരമല്ല മനുഷ്യന്മാരാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പം നിർത്തിയിട്ടുള്ളൂ ഇല്ലല്ല കുറേ കുട്ടികളൊക്കെ നോക്കുന്നുണ്ട് എന്ത് കണ്ടിട്ടായിരുന്നു അറിയില്ല അപ്പോൾ നീ കുന്ന് കയറണം അതിനെ കഷ്ടപ്പാടാ അന്യമാനങ്ങൾക്ക് കർശനമായി നിരസിക്കുന്നു ജീപ്പിന് കൊടുത്തെങ്കിൽ ജീപ്പിന് പോയിരുന്നു സഞ്ചാരികളുടെ ശ്രദ്ധക്ക് ദായേട്ടൻ പോയിൽ കുരിശുമലയൊക്കെ സദ്യ കുറേ രീതിച്ചിട്ടുള്ള എന്ത് ചെയ്യാനാ അബേ ആരാണോ എല്ലാരും പിടിച്ച വലിയ കുന്ന ഞങ്ങൾ ഇതിന്റെ മുകളിൽ വണ്ടി വണ്ടി ഇപ്പോഴും കയറ്റാൻ പറ്റത്തി കിടന്നില്ല പക്ഷെ സമ്മതിക്കണ്ടേ ഇതെന്താണ് ദുര ലാലോ സ്റ്റാമിനയുടെ കാര്യത്തിൽ അമ്മേ ഇത് ചൂടാസിക്കോ
കുട്ടികൾക്കൊരു കുറവില്ല. പക്ഷെ ഇവളൊക്കെ ഇട്ട ട്രൗസർ ഒരു പോരാ മാത്രം ആയിട്ടുണ്ടാവും. ഒന്ന് കയറാൻ നല്ല ഭയങ്കരല്ലേ. അയ്യോ ഇത് കുറച്ചെത്തിയിട്ടുള്ളല്ലോ. എന്ത് ഇത് ചാവും ഞാൻ, ഉറപ്പായിട്ടും ഞാൻ ചാവും. ജീപ്പിനെത്ര? ഇരിക്കൂടെ ചേച്ചി? ഞാൻ കൊടുത്ത നിൽക്കട്ടെ. ചേച്ചി ഇവിടുന്ന് ജീപ്പുണ്ടോ? ഞാൻ ഇവിടെ വരെ കയറ്റിട്ടേ ഉള്ളൂ. ശരി ഞാൻ ചർച്ചയല്ലേ കേറാണ്ട് കുറെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ആരാണ് സെലിബ്രിറ്റി? എന്താ എന്ത് ചേച്ചി? എനിക്ക് പോയിട്ട് വന്നാ ഞാൻ കയറി കണ്ടാണ് കുറെയൊക്കെ. അല്ല ചേച്ചി ജീപ്പിന് എത്ര? 800? തിരിച്ചിറക്കും ചേച്ചു? ഒരു മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടാവും മനയിൽ. വൺ സൈഡ് 500 അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ 500, അവിടെ നിങ്ങട്ട് 800. നടക്ക് എന്താ ഇവിടെ നോക്കിക്കണേ? എന്താ പിന്നെ കരുതിയത്? നിങ്ങളെ വണ്ടിയാണ്? അല്ല ജീപ്പിന് 800 രൂപ ഉള്ളൂ എന്നാ പറഞ്ഞത്. ജീപ്പേ മുക്കണ് ഞമ്മള്. അല്ല നിങ്ങള് ബസ് ചെയ്യുമ്പോ സംഭവം അങ്ങട്ട് 500, അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുവാണെങ്കിൽ 800 കൊടുത്താലും വേണ്ടില്ല. അവിടെ അല്ല ഓരോക്കെ പഠിച്ചേ. ചാവും എന്തായാലും ചാവും. നമ്മളിങ്ങനെ പകുതി നിർത്തി പോയാൽ മതി. എന്തിനാ കുറെ അർജന്റ്? നേരെ പോയിട്ട് മല മറിക്കാല്ലോ, അതൊന്നുമില്ലല്ലോ. ഇല്ല അയ്യോ ഇനി കുന്നാണോ? എന്താ ഇങ്ങനെ? നടക്കൂല. 800 രൂപ കൊടുത്താലും വേണ്ടില്ല. പകുതിയിലെ കയറ്റണോ? ഞാന് പൈസ ഇപ്പൊ ഒരു വിഷയമല്ല. ഇപ്പൊ വിളിച്ചിട്ടരാ അതിൻ്റെ മക്കളുണ്ട്. അമ്മോ ഞാൻ കുറെ കാലം റെസ്റ്റ് എടുത്ത 3 മാസമായിട്ട് കഴിഞ്ഞ ചെറിയനാൾക്ക് മുമ്പ് നിർത്തിയ. സ്റ്റാമിനില്ല. ഹലോ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നോട് പേഴ്സണലായിട്ട് ഒപ്പീനിയൻ. നമ്മൾ സാധാരണ നടക്കുമ്പോൾ 2 കിലോമീറ്റർ നടന്നാലും കുഴപ്പമില്ല,
വൈ കുന്ന് കയറുമ്പോൾ നമ്മൾ കുഴങ്ങണേ 1 കിലോമീറ്ററും. ഇനി ഉത്തരം ഹലോ. ഞാൻ എൻ്റെ കുറേ ആലോചിച്ചപ്പോൾ അതാണ് എന്താ ഇപ്പോൾ ഈ കുന്ന് കയറിയപ്പോഴും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്യില്ല. ദർ ഇസ് നോ മടി. എങ്ങനെയും അല്ലാ നമ്മൾ മാത്രമൊന്നുമല്ല ഓലും വൈകണല്ലേ. നല്ല പോലെ വൈകി. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ആകെ ഒരു ഇതുണ്ടായോ, കുന്ന് കയറി വന്നു കഴിഞ്ഞാൽ വെള്ളം ചായ ബിസ്ക്കറ്റൊക്കെ കിട്ടും. പിന്നെ എൻ്റെ ബാക്കിലെ വ്യൂ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, എത്രത്തോളം കേക്ക് ഉണ്ടെന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ബൂത്തൊക്കെ വർക്കാണെങ്കിൽ ജിയോ മാത്രമുള്ള തോന്നുന്നുണ്ട്, അല്ലാതെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അല്ല കോട എങ്ങനെ അറിയോ കാണിച്ചത്. എന്തായാലും ചായൻ്റെ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട ഭയങ്കരമായിട്ട് കോടയാണ്. ആ കുന്നിൻ്റെ മേലേക്ക് വേണമെങ്കിൽ നമുക്ക് കയറാം. നമ്മൾ നോക്കട്ടെ, തീരുമാനിച്ചില്ല. കാരണം ഭയങ്കര ക്ഷീണമാണ് ഇപ്പം തന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇവിടേക്ക് വെച്ചിട്ട് ചാർജ് ഉണ്ടോയെന്ന് അറിയില്ല. ഫോണിൽ വളരെ ചാർജ് ഉള്ളൂ. വെറുതെ ആ കുത്തിക്കായപ്പോടെ മാറി കിട്ടും. ആ കുന്ന് നടന്നു കയറി കഴിഞ്ഞാൽ. ജീപ്പിലാണെന്നുണ്ടെങ്കിൽ 1 സൈഡ് 500 രൂപയും 2 സൈഡ് 800 രൂപയും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അയ്യോ, ദേവിയേ, ഈ കുന്നും കയറിയിട്ട് പോണ്ടേ പഠിച്ചോനെ. ചാർജ് കഴിഞ്ഞാലും വേണ്ടില്ല. ഫൈനലി ഞങ്ങളെത്തി. എത്തിയില്ലേ? അയ്യോ, ഇതിപ്പോൾ കോടപ്പം നിങ്ങൾക്ക് മൊബൈലിൽ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. പക്ഷേ വാവ്, അവിടുത്തെ കൊക്കയാണ് എനിക്കറിയാം, മനസ്സിലായി. ഒന്നും ഉണ്ടാവില്ല വെറുതെ. അയ്യോ, സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ടോപ്പ് അല്ല, നല്ല കൊണ്ടാണ്. ചാടിയ പോലെ ആയിരിക്കും. പറന്നു നോക്കാൻ ചാൻസ് ഉണ്ട്. എന്തിനാ വെറുതെ ജീവൻ കളയുന്നു. അത്രേ ഉള്ളൂ. ലാസ്റ്റ് വഴിയാണ്. ഇനി എടുക്കാനില്ല, ചാർജ് എൻ്റെ ഫോണിലില്ല. അപ്പോൾ കടമ്പയിൽ പണ്ടാര വൈബാണ്. ഇപ്പോൾ സമയം 6 മണിയായി. കറക്റ്റ് 6 മണിയായി. ഇപ്പോഴും ഫസ്റ്റ് വന്നത് അതേപോലെ തന്നെയാണ് ക്ലൈമറ്റ് ഇപ്പോഴും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ബൈ. ആരും അവിടെ കുറച്ച് കുട്ടികൾ പാട്ട് പാടുന്നു, ഇവിടെ കുറേ ചെക്കന്മാർ പാട്ട് പാടുന്നു. നടയിൽ അതെ, എന്താ പറയുക, തമ്മിലിന് പറ്റിയൊരു ഫോട്ടോ ആണ്.